ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി കൂട്ടരാജി എന്നൊക്കെ കേട്ടപ്പോൾ. നേതൃത്വ നിരയിൽ നമ്മൾ മമ്മൂക്ക, ലാലേട്ടനൊക്കെ പോലത്തെ അവർ വേണം. പ്രസിഡന്റ് ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും എന്താ കുഴപ്പം? അലിഗേഷൻസിൻ്റെ ചുഴിയിൽപ്പെട്ട് ഞാനിങ്ങനെ കയറി വന്ന ആളാണ് ഞാൻ. 2 സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അവർ പറയുന്ന രീതിയിൽ ഞാൻ ആ ടവല കൊടുത്തൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ കിട്ടിപ്പോയേനായിരുന്നു. എന്നെ വന്ന് റൂമിൽ തട്ടി എന്നെ ഇതാക്കാനോ എന്നെ കയറി പിടിക്കാനോ അങ്ങനെയൊന്നും ടച്ചുകൂടെ എനിക്ക് എൻ്റെ അനുഭവത്തിലില്ല. ഞാൻ ഈ ടി വിയിൽ കിടക്കുന്ന ആൾ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് ഇപ്പോഴല്ലേ മനസ്സിലായത്, നിങ്ങൾ ഇപ്പോൾ ഇത്ര നാളും നിങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് ചോദിക്കരുത്. ഞാൻ പറയും ദൈവത്തിന് വിട്ടു കൊടുക്കുകയാണ് ഞാനിതെല്ലാം. ഞാൻ ചോദിക്കണം റൂമിലേക്ക് എന്തിനു ചെന്ന് കയറി കൊടുക്കണം ഒറ്റയ്ക്ക്? മേലിൽ എന്നെപ്പറ്റി നിങ്ങളൊരു വാക്കിന് സംസാരിച്ചാൽ. മലയാള സിനിമ സീരിയൽ രംഗത്ത് 33 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് നടി ബീന ആന്റണി. ബീന ആന്റണിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം മാം. നമസ്കാരം. നമ്മൾ മലയാള സിനിമ ലോകമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മറ്റൊരു തരത്തിലാണെന്ന് മാത്രം. നമുക്കറിയാം ഒരു റീവാമ്പിങ്ങിനായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിനുശേഷം വളരെ സംഭവ ബഹുലമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഒരു നല്ല മാറ്റത്തിനുള്ള തുടക്കമായിട്ട് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് തന്നെ പറയുന്നത്. ഹേമ കമ്മിറ്റി ഒരു വന്നത് തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. വളരെ സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിനത് നമ്മളെ ഉപകാരപ്പെടും. ഇനിയുള്ള സിനിമാ മേഖല ഒരു പുതിയ ഒരു മുഖത്തോടെ ആയിരിക്കും ഇനി ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാത്തിനും അത് നന്നായിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പിന്നാലെ വന്ന കഥകളും ഇഷ്യൂസും വല്ലാതെ വേദന ഉണ്ടാക്കുന്നുണ്ട്, വിഷമമുണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു ആങ്സൈറ്റി ഉണ്ട് എല്ലാ കലാകാരന്മാർക്കും. ഇത് ഏത് രീതിയിലേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ സിനിമയുടെ ഇനിയുള്ള ഇത് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്കൊരു എല്ലാവരും പോലെ. ഞാനിത്ര സജീവമല്ല സിനിമയിൽ, ഇപ്പോൾ ഞാൻ ടി വിയിൽ മാത്രമേ ഉള്ളൂ കുറേ വർഷങ്ങളായിട്ട്. പക്ഷേ എങ്കിലും ആദ്യം മുതലേ അമ്മ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച അന്ന് അംഗത്വം ആളാണ് ഞാൻ. വെറും 10,000 രൂപ കൊടുത്ത് അത് ഞാൻ അന്നത്തെ ഷോയ്ക്കൊക്കെ 3 ഷോയ്ക്ക് ഞാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി അമ്മയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന ഇഷ്യൂസ് തീർച്ചയായിട്ടും എന്നെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭരണസമിതി ഇല്ല, ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ്. അതായത് ഒരു ഭരണസമിതി തന്നെ പിരിച്ചുവിടേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഹൻലാലിനെ പോലുള്ള ഒരു മഹാനടൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു, അതിൻ്റെ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും പിരിച്ചുവിടുന്നു. പക്ഷെ അതിൽ തന്നെ ആളുകൾ ഞങ്ങൾ രാജിവെച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. അപ്പം ആ ഒരു താരസംഘടനയുടെ ഒരു താരപ്പകിട്ട് തന്നെ പോയി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എല്ലാം ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഓരോന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനെല്ലാം ഇതിപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് ആ കൂട്ടരാജിയോട് ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി കൂട്ടരാജി എന്നൊക്കെ കേട്ടപ്പോൾ. കാരണം ഇത് അങ്ങനെ ഒരു രാജി വെച്ച് പോകേണ്ട കാര്യം. നമ്മളിപ്പോൾ ഇപ്പോൾ കുറേ പേർക്കെതിരെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. സിദ്ദിഖ് തന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എന്താ പറയുക പുള്ളിയുടെ ധാർമ്മിക ആ ഒരു ഇത് വെച്ചിട്ട് പുള്ളി അപ്പം തന്നെ അതിൻ്റെ അന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ആരോപണം വന്നവരിയ്ക്കുന്നുണ്ടെങ്കിൽ അവർ റിസൈൻ ചെയ്യട്ടെ, മാറി നിന്ന് ഇതിനെ ഫേസ് ചെയ്യട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ മൊത്തത്തിലൊരു രാജി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതിനോട് എനിക്ക് ഇപ്പോഴും യോജിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അപ്പോൾ ആളുകൾക്ക് എന്തെന്നറിയാമോ, ഇപ്പോൾ മൊത്തം പൊതുജനം വിചാരിക്കേണ്ട കണ്ടോ ഇതെല്ലാം ഭയങ്കരമായ പ്രശ്നത്തിലല്ലേ, അല്ലെങ്കിൽ ഇവർ കൂട്ടുരാജ്യം എടുത്ത് പോകുന്നൊരു ധാരണയും കൂടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അത് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ സഹായിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സിദ്ദീഖിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. സിദ്ദീഖിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വീഡിയോ, ബീന ആന്റണി ആശ്വസിപ്പിക്കുന്നു, അതിനുശേഷമാണോ അല്ലെങ്കിൽ അതിന്റെ മുമ്പാണോ എന്നുള്ള രൂപത്തിലൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇത്രയും ദിവസം ഒരു അവാർഡ് നൈറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ 26-ാം തീയതി വരെ അതിൻ്റെ ഉള്ളിലായിരുന്നു. ആ ഷോ കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസമാണ്. അപ്പം ആ വീഡിയോ സത്യത്തിൽ വൈറലായത് അതിന് മുന്നെയാണ്. അതിന് മുന്നേ ഇത് അവിടെ നിന്ന് എടുത്ത് ആരൊക്കെയോ എത്രയോ മില്യൺ വ്യൂസ് കണ്ടതാണ്. അതെന്തൊക്കെയോ ഞാനത് മൈൻഡ് ചെയ്തില്ല. ട്രോളൊക്കെ എല്ലാവർക്കും ഞാനതൊക്കെ എൻജോയ് ചെയ്യാറില്ല, എന്തെങ്കിലും പറയട്ടെ. പിന്നെ എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ആരെയും ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആരെയും പോയിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഹഗ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല. ഞാൻ കുറച്ച് മാറി നിന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയാറുള്ളൂ. പക്ഷേ ജനറൽ ബോഡിയുടെ സമയത്ത് സിദ്ദിഖയുടെ മോൻ മരിച്ചിട്ട് 3rd ഡേ ആണത്. മകൻ മരിച്ചൊരു ചടങ്ങ് കഴിഞ്ഞിട്ട് പുള്ളി അവിടേക്ക് വരികയാണ്. ഞാനാണെങ്കിൽ പുള്ളിയുടെ മകൻ മരിച്ച സമയത്ത് ഞാൻ പനിയടിച്ച് കിടക്കുന്നതുകൊണ്ട് എനിക്കന്ന് പോകാനും പറ്റിയില്ല. അപ്പം ഞാനന്ന് പുള്ളി എന്തോ സംസാരിച്ച് അവിടെ കിടന്ന് കണ്ടമിടറിയൊക്കെ സംസാരിച്ചു. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ വിതുമ്പി. ഞാനും പോയിട്ട് ഞാനൊന്ന് ഹഗ് ചെയ്തു.
ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ എങ്ങനെയാണ് പുള്ളി പിടിച്ചതെന്ന്. ഞാൻ അവിടെ ക്യാമറയൊക്കെ, പക്ഷെ ഞാൻ ബോധർ ചെയ്യുന്നില്ല. കാരണം ഒരു ഒരു മകൻ്റെ മരണമായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനാണത്. എനിക്കപ്പോൾ അത് മാത്രമേ അവിടെ എനിക്ക് എൻ്റെ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്കിപ്പോഴും സങ്കടം വന്നു അത് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പുള്ളിയെ കെട്ടിപ്പിടിച്ചു, പുള്ളി വിതുമ്പി ഞാനും ഇങ്ങനെ ആക്കി. അതിനെ എടുത്ത ആളുകൾ പറയുന്നത് എന്താ, ഇങ്ങനെ ഒരു ആരോപണം നേരിട്ട സിദ്ദിഖ് പോകുമ്പോൾ നടിമാർ കരഞ്ഞ് പറയുന്നു എന്ന്. എന്തൊരു നെഗറ്റീവാണിത്. അങ്ങനെ ഒരു പോകുന്ന ആൾ പോകുമ്പോൾ ഞാനൊക്കെ കരയണോ? അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് കൂടി നിന്നവർ കരയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് അത് ഇട്ടു. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ അത് എടുത്തിട്ടിട്ട് ഞാനൊന്ന് പ്രതികരിച്ചത്. ഇത് പറയുന്നത് ഭയങ്കര ദ്രോഹമാണ്, ഒരു ഭയങ്കര എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയത് ആ ഒരു ട്രോളിനെ. വേറെ എന്ത് നിങ്ങളും പറഞ്ഞു, എൻ്റെ ശരീരത്തെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ഏത് രീതിയിലും എന്നെ എന്ത് പറഞ്ഞാലൊന്നും അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഒപ്പം നമ്മൾ പോകാമെന്നുള്ളൂ. എന്ത് പറഞ്ഞാലും എനിക്കത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്ക് വേദന ഉണ്ടാക്കിയുകൊണ്ട് ഞാൻ അതിനെ പ്രതികരിച്ചത്. ആ പ്രതികരണത്തിന് എനിക്ക് ഇന്നലെ കൊട്ടക്കണക്കിന് കിട്ടി ഇന്നലെ പക്ഷെ ഞാനത് മൈൻഡേ ചെയ്യുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. ഇപ്പം നമുക്കറിയാലോ, ഇതിന് പിന്നാലെ സിദ്ദിഖിനെതിരെ ആയാലും പല ആളുകൾക്കെതിരെ ഒരുപാട് സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ അനുഭവമായിരിക്കാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആരാണ്, അങ്ങനെ ഒരുപാട് അനുഭവം ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് വെറുതെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ പുറകെ ഇതിനൊന്ന് എരിവേറ്റി കൊടുക്കാൻ വേണ്ടി ചിലവർ എൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല. അലിഗേഷൻസ് എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അതിൻ്റെ സത്യസന്ധതയെ നമുക്ക് ചിലപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പാവത്തിന് ഒരുപാട് നമ്മൾ വേട്ടയാടിയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത്. അത് നിയമപരമായി തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ കേസൊക്കെ എടുത്തു, ഇവർ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പം നമ്മളടക്കമുള്ള മാധ്യമങ്ങളും അവരുടെ പരാതികൾ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം സർക്കാർ തന്നെ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കണം. പക്ഷേ അപ്പോഴും ഈ നേരത്തെ ബീന ആന്റണി പറഞ്ഞതുപോലെ ഈ പരാതിപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരെ ഇതേ രീതിയിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന അതാണ് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടുപിടിക്കുന്നത്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരെത്രക്കാരാണ് എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല, അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവർ ഒരു ആർട്ടിസ്റ്റായ രീതിയിൽ അവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ മാനിക്കപ്പെടണം. അവിടെ ജൂനിയർ സീനിയർ അല്ലെങ്കിൽ വലിയ നടി ചെറിയ നടി അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുമില്ലേ ആർഗ്യൂ ചെയ്യാനുള്ളത്. അതിലവരുടെ ഒന്നും തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ആർക്കും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അവർക്ക് റൈറ്റ്സ് ഉണ്ട് ഇത് പറയാൻ. തീർച്ചയായിട്ടും അവരുടെ ഇതിൽ ഒപ്പം തന്നെ നിൽക്കണം. നമ്മൾ ചാനലാണെങ്കിലും സംഘടനയായാലും ഗവൺമെൻറ് ആണെങ്കിലും ഒക്കെ അവരൊപ്പം നിൽക്കണം. അവർക്ക് വേണ്ട ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ 100% ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്കെതിരെ വരുന്ന ഒരു കാര്യങ്ങൾക്കും ഞാൻ ഒരിക്കലും എതിരെ നിൽക്കില്ല. കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അലിഗേഷൻസിൻ്റെ ചുഴിയിൽപ്പെട്ട് ഞാനിങ്ങനെ കയറി വന്ന ആളാണ് ഞാൻ. അപ്പോഴൊന്നും തളർന്നു പോകാതെ സൂയിസൈഡ് ചെയ്യാതെ കയറി വന്ന് ഇപ്പം നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഒരാളെ ഏതർത്ഥത്തിൽ നമ്മൾ ക്രൂശിച്ചാലും അവർക്ക് സത്യം തെളിയിക്കുകയാണെങ്കിൽ അവർ തെളിയിച്ച് വരട്ടെ. ഞാൻ അതിൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിലും അത് തന്നെയാണ് ബീന ആന്റണിയുടെ. സിദ്ദിഖ് ഞാൻ ന്യായീകരിക്കുന്നില്ല പുള്ളിയെ. എന്നോട് സിദ്ദിഖ് ഒരിക്കലും മോശമായിട്ട് പെരുമാറാനോ എൻ്റെ അടുത്ത് കയറി പിടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വാതിൽ തട്ടാനോ സിദ്ദിഖ് വന്നിട്ടില്ല. അപ്പം ഞാൻ പുള്ളിയെ പറയും. പക്ഷെ പുള്ളി മാന്യനാണ്, പുള്ളി 100% പെർഫെക്റ്റ് ആണെന്ന് പറയാൻ ഞാനും ആരുമല്ല. പുള്ളിക്ക് അതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ ഇഷ്യൂസാണ്. പുള്ളി എങ്ങനെയൊക്കെ പെരുമാറുന്നു, മറ്റുള്ളവരുടെ ഏത് രീതിയിൽ പെരുമാറുന്നു. പിന്നെ പുള്ളിയൊക്കെ സിനിമയിൽ എന്തോരം, ഞാനൊക്കെ എവിടെ സിനിമ അഭിനയിച്ചിട്ടാണ്? ആകെ ഇപ്പോൾ ഒരു 30 സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. 30-35 സിനിമ ഉണ്ടാവും മാക്സിമം. പക്ഷേ 91 തുടങ്ങിയതാണ് കനൽക്കാറ്റ് ഫിലിം. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ സത്യൻ സാറ്, മമ്മൂക്ക, പിന്നെ ലോയ് സാറിൻ്റെ ഒക്കെ പോലെ അന്നും ഒന്നും അറിയില്ല കേട്ടോ. ഇവരൊക്കെ ആരാണെന്ന് പോലും എനിക്കറിയാണ്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടി ഞാൻ അഭിനയിച്ച് കയറിയതാണ്. പക്ഷെ എൻ്റെ ഭാഗ്യം, ഞാൻ ഈ അടുത്ത കാലത്തും ആ ഒരു ഫോട്ടോ എനിക്ക് ആരോ അയച്ചു തന്നു. മമ്മൂക്ക എന്നിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അത് ഞാൻ മമ്മൂക്കൊക്കെ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒപ്പം ഇങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണണമെന്നും പറഞ്ഞ്. അപ്പോൾ പുള്ളി ചോദിച്ചു. അപ്പോൾ എനിക്ക് അതൊരു എന്താ പറയുക വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണും. എനിക്കന്നറിയില്ല ഇവരുടെ ഒന്നും വലിപ്പമോ വാല്യൂ ഒന്നും, എനിക്കന്ന് അത്ര വലിയ ഇതൊന്നുമില്ല ഈ സിനിമ ഇതിനെ പറ്റിയൊന്നും.
അതൊക്കെ പക്ഷെ പിന്നീടാണ് ഞാൻ അറിയണത് ഇതൊക്കെ ഇത്ര വലിയൊരു ഇതിൻ്റെ ഇവരുടെ കയ്യിലാണ് എനിക്കൊരു ചെറിയ എൻട്രി കിട്ടിയത് എന്നുള്ളത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ തോന്നുന്നു എനിക്ക് കാണുന്നു. ഈ 91-ലാണ് സിനിമയിലേക്ക് വരുന്നത്. ഇത്രയും വർഷക്കാലയളവായി അതിനിടയിൽ സിനിമ വിട്ട് സീരിയലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും പ്രൂവ് ചെയ്ത ഒരു നടിയായിട്ടും സിനിമയിൽ നിന്ന് മാറി സീരിയലിലേക്ക് അങ്ങ് ചൂട് മാറേണ്ടി വന്നത്? സിനിമയിൽ അവസരങ്ങൾ കിട്ടാതിട്ടാണ്. ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് അതിൽ തന്നിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, ഒരു നടി എന്ന നിലയിൽ എനിക്ക് ആദ്യമൊന്നും എനിക്ക് സത്യത്തിൽ അറിയില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാവുന്ന പോലും എനിക്കറിയില്ല. കാരണം എന്നിൽ ഇങ്ങനെ ടാലൻ്റ് ഉണ്ടെന്ന് ഞാനും ഒരു നാടകത്തിൽ അഭിനയിക്കുകയോ അങ്ങനെയൊന്നുമില്ല. സ്കൂളുകളിലുള്ള കുറേ അഭിനയങ്ങളും ഡാൻസും പാട്ടും അതിലൊക്കെ ഞാൻ ഭയങ്കര സജീവമായിരുന്നു എന്ന് എനിക്കറിയാം. അല്ലാണ്ട് എനിക്കിങ്ങനെ ഒരു ഇൻബോൺ ടാലൻ്റ് ഉണ്ടോയെന്ന് എനിക്ക് പോലും റിയലൈസ് ചെയ്യാത്തൊരു ടൈമാണത്. പക്ഷെ കുറച്ച് കാലങ്ങളൊക്കെ കുറച്ച് ക്യാരക്ടറൊക്കെ ചെയ്തു, പിന്നെ യോദ്ധ ചെയ്തു, വളയം ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ വേണ്ടി വലിയ തെറ്റില്ലാതെ അങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവിടെ എന്താ പറയുക നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ ചാൻസ് കുറവായിട്ട് എനിക്ക് തോന്നി. എപ്പോഴും സഹോദരി അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് കാസ്റ്റിംഗിലേക്ക് മാറിയല്ലേ? കുറേ കൂട്ടുകാരി സഹോദരി ഇങ്ങനെ കിടന്നു. പിന്നെ കുറച്ച് നിലനിൽപ്പിന് പ്രശ്നം കൂടി. ഞാനിപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഇതായിരിക്കും. കാരണം എനിക്കും കുറച്ച് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് 2 നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ വലിയ 2 ക്യാൻവാസിലുള്ള 2 വലിയ ഡയറക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് 2 സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം എന്നെ കാസ്റ്റ് ചെയ്തു. ഞാനും അമ്മയില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാദർ എന്നെ വിട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒറ്റയ്ക്കായിട്ട് പോയി എന്ന് പറയാനായിട്ട് ഒരു ലൊക്കേഷനിലും ഇല്ല. ഒന്നില്ലെങ്കിൽ എൻ്റെ അപ്പച്ചനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ട്. അങ്ങനെയാണ് ഞാൻ ലൊക്കേഷനിൽ പോകുന്നത്. അല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മലയാളത്തിൽ അഭിനയിക്കാൻ വരുന്ന നടിമാർക്ക് അല്ലെങ്കിൽ പുതുമുഖങ്ങൾക്കോ കുടുംബത്തിൽ ഒരാളില്ലാതെ ലൊക്കേഷനിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? പണ്ടൊക്കെ അങ്ങനെ. കാരണം അങ്ങനെ പോയാൽ അത് ഭയങ്കര അവരെന്തോ അഴിച്ചു വിട്ടു എന്ന് പറഞ്ഞു പറയും. നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരാൾ സിനിമയിലേക്ക് പോകാൻ തന്നെ പോയി നശിച്ചു എന്നുള്ളൊരു ഇതാണ് അവിടെ. അപ്പോൾ എൻ്റെ അപ്പച്ചന് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിപ്പോൾ ഇത് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ കനൽക്കാറ്റിൽ ഞാനൊരു ചെറിയ പറഞ്ഞ് ഇതോടെ നിർത്തിക്കോളാൻ പറഞ്ഞു. അന്ന് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം അഭിനയിച്ച് വന്നു, കഴിഞ്ഞു. എറണാകുളത്ത് തന്നെയായിരുന്നു, കലൂരായിരുന്നു ഷൂട്ട്. ഇതോടുകൂടി നിൻ്റെ അഭിനയമോഹം നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കുറേ ഫൈറ്റ് ചെയ്തു. പിന്നെ എനിക്ക് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മാഗസിൻസിലൊക്കെ എൻ്റെ ഫോട്ടോ വന്നു, മമ്മൂക്ക എന്നെ പിടിച്ചിരിക്കുന്നു, ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അയ്യോ, എന്നൊരു ആർട്ടിസ്റ്റായിട്ടൊക്കെ എല്ലാവരും കാണുന്നു സിനിമ കാണാൻ പോയപ്പോഴൊക്കെ. പിന്നെ ഞാനത് ഇതിന് വേണ്ടി എൻ്റെ വീട്ടിൽ ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഞാനും ഒരുപാട് കരഞ്ഞാണ് പിന്നെ എൻ്റെ അപ്പച്ചൻ എന്നെ അപ്പം എന്നെ പിന്നെ പെട്ടെന്ന് പിന്നെ നെറ്റിപ്പട്ടം അങ്ങനെ പടത്തിലേക്കൊക്കെ വിളിക്കുക, ആധാരത്തിലേക്ക്. ഇൻസെക്യൂരിറ്റി ഉണ്ടോ അവിടെ എത്തുന്ന സ്ത്രീകൾക്ക്? അന്നൊക്കെ എന്തെന്നാണ് നമുക്ക് വെറുതെ ഈ മഞ്ഞുമ്മൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ഒന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിൽ നമ്മളിങ്ങനെ എല്ലാത്തിനും ഭയമുള്ള ഒരു സമയമാണ് ശരിക്കും പറഞ്ഞതെന്ന് വെച്ചാൽ. മൊത്തത്തിലൊരു പേടിയുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കൊരു പെണ്ണിന് വല്ല സ്ഥലത്തേക്കൊക്കെ കയറിയൊക്കെ പോകാൻ പറ്റും? ഒരിക്കലും എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഇതുണ്ട്, അങ്ങനെ നമുക്കൊന്നും പോകാൻ പറ്റില്ല. ഞാനന്നും അത്ര ബോൾഡൊന്നുമില്ല. ഞാനൊക്കെ വെറും എന്തെങ്കിലും പറഞ്ഞാൽ കരയുന്ന ഒരു ടൈപ്പൊക്കെ ആയിരുന്നു അന്നൊക്കെ. പിന്നെ അത്ര ബോൾഡായിട്ട് നമ്മളിന്ന് വളർത്തിയിട്ടില്ല. നമ്മളൊരു സാധാരണ മിഡിൽ ക്ലാസ് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഞാൻ വളർന്നു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയോടൊപ്പം തന്നെയാണ് പോയത്. പക്ഷേ ഞാൻ പിന്നീട് കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വന്ന് പോകുന്നത്. എനിക്ക് വല്ലാത്ത അവരോട് റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. നല്ല ധൈര്യമുള്ള കുട്ടികൾ വരണു, അവർ വർക്ക് ചെയ്യുന്നു, സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകണു, എന്താ ഒരു പ്രശ്നം. പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാക്കി കളയും. അതുകൊണ്ടാണ് അമ്മയും കുട്ടി വരുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാവരും ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നത് അന്നൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ അമ്മയുണ്ടാവും കൂടെ. ഇപ്പോൾ തുറന്ന് ചോദിക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കാസ്റ്റിംഗ് കൗച്ച്, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ബീന ആൻ്റണിക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനത്തെ സിനിമയിലുണ്ടെന്ന്? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പറഞ്ഞൊക്കെ കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. സിനിമ എന്ന് പറയുമ്പോൾ പണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിലൊരിതുണ്ട്, അവിടെ പോയാൽ മൊത്തത്തിൽ പ്രശ്നമാണ്, എല്ലാവരും ഇങ്ങനെ ഒരു മോശം ഇതിൽ കൂടി പോകുന്നൊക്കെ വളരെ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ കുറേ നാളായിട്ട് അഭിനയിക്കുന്നില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് തെസ്നിയൊക്കെ ഈ അടുത്ത കാലത്ത് നല്ല സജീവമാണ്. ഞാൻ ചോദിക്കേണ്ടി തെസ്നി ഈ പറയുന്ന പോലെ എന്തെങ്കിലും പണ്ടത്തെ പോലെ പറഞ്ഞു, ഒരു പ്രശ്നമില്ലടി, നമുക്കൊക്കെ എന്തൊരു റെസ്പെക്റ്റാണ്. ഇപ്പോൾ തെസ്നിയൊക്കെ കുറേ വർഷം കഴിഞ്ഞില്ലേ, നമ്മളെയൊക്കെ ഒരു തരത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമ്മൾക്കൊക്കെ ഏറ്റവും റെസ്പെക്റ്റ് തന്നിട്ടാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കാര്യം പറയാം. അന്നത്തെ എനിക്കുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു നല്ലൊരു ക്യാരക്ടറിനേക്ക് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തു. ഞാൻ അവിടെ ചെന്നു, ഞാനും അമ്മയും താമസിച്ചു. പിറ്റേ ദിവസം എന്നോട് എൻ്റെ തലേ ദിവസം എനിക്കൊരു കോള് വന്നു, ടവൽ ഉടുക്കണം എന്ന് പറഞ്ഞു. ടവൽ ഇങ്ങനെ ടാക്കി ടവൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എനിക്കത് ഉടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഉടുത്ത് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ടോക്കും കാര്യങ്ങളൊക്കെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി, കാരണം നമ്മളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി, ഡയറക്ടറോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ എന്താ. പക്ഷെ എന്തായാലും ഭാഗ്യം പിറ്റേ ദിവസം എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ലൊക്കേഷനിൽ ചെന്നു, എന്നെ മേക്കപ്പ് ഇട്ട് അവിടുത്തെ കോസ്റ്റ്യൂം ഇട്ട് അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ഇപ്പോഴത്തെ വലിയ ഡയറക്ടറുടെ സിനിമയാണ്. എന്നെ ഭയങ്കരമായിട്ട് എന്നോട്, ഞാൻ എന്തോ ഡയലോഗ് പറഞ്ഞു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു മോശമാണ്, കാണാൻ കൊള്ളൂല, എന്നെ അഭിനയിക്കാൻ വന്നേക്കണതൊക്കെ എന്തെന്നാന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ താഴെ വന്നു, ഞാനും അമ്മയും കരഞ്ഞു നിന്നപ്പോഴേക്കും പീറ്റർ ഞാറക്കൽ എന്ന് പറയുന്ന ഒരു കൺട്രോളർ, അദ്ദേഹം മരിച്ചു എന്ന് തോന്നുന്നു, ഇപ്പം ഒരു 2000 രൂപ എടുത്ത് തന്നിട്ട് തന്നെ കരയണ്ട, ഇപ്പോൾ കൊണ്ടാക്കാം റെയിൽവേ സ്റ്റേഷനിൽ, ഒന്നുമില്ല ജീവിതത്തിൽ നീ വലിയ അന്തോണിസ് പുണ്യാളൻ്റെ ആളല്ലേ, പുണ്യാളനോടൊക്കെ പ്രാർത്ഥിച്ചു, അതൊന്നും ഒരുപോലെ നല്ല ആർട്ടിസ്റ്റായിട്ട് വരും, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, നീ പോക്കും, ഇതൊന്നും ജീവിതത്തിൽ ഇതൊക്കെ തുടക്കമല്ലേ, ഇനി എന്തോരം ജീവിതം കിടക്കണം, കരയൊന്നും വേണ്ട. പക്ഷേ എനിക്ക് നടക്കണതറിയോ, ഞാൻ ഭയങ്കര വീട്ടിലും എല്ലാവരോടൊക്കെ ഞാൻ ഭയങ്കര ഒരു ഹീറോയിനൊക്കെയാണ്, സെക്കൻഡ് ഹീറോയിൻ പോലത്തെ ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിലാണ് വന്നേക്കണേ. പ്രതികരിച്ചത് കൊണ്ട് മാത്രം വന്ന അവസരം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പറയുന്ന രീതിയിൽ ഞാൻ ആ ടവല കൊടുത്തൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ കിട്ടിപ്പോയേനായിരുന്നു. ഈ ഒരു അനുഭവവും പിന്നെ ഒരു പടത്തിൽ നിന്ന് ഞാൻ വെറുതെ 2-3 ദിവസം അവിടെ താമസിച്ചു. 3 ദിവസം ഞാൻ, അത് വലിയൊരു ബിഗ് ബഡ്ജറ്റാണ്. പക്ഷേ എന്തിനാണ് എന്നെ പറഞ്ഞു വിട്ടത്, 3-ാമത്തെ ദിവസമായപ്പോൾ എന്നെ വിളിക്കുന്നില്ല, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് കൺട്രോൾ ചോദിച്ചത് എൻ്റെ ആയില്ലേ, അല്ല ബീന, അതെ ബീനയുടെ ആയിട്ടില്ല, ഒരു കാര്യം ചെയ്തൊന്ന് നിങ്ങൾ പൊക്കോ ഇപ്പോൾ, എന്നിട്ട് വിളിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് പിറ്റേ ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നെ വിളിച്ചല്ലോ, അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂമും ഒക്കെ പറഞ്ഞല്ലോ. ഇല്ല വേറെ എന്തോ ആയിട്ടില്ല, സ്ക്രിപ്റ്റിൽ എന്തോ ചേഞ്ച് എന്തോ വന്നെന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്നും പറഞ്ഞു വിട്ടു. ആ 2 അനുഭവങ്ങൾ മാത്രമാണ് എനിക്ക് ഈ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികരിക്കുന്നവരൊക്കെ ട്രബിൾ മേക്കേഴ്സ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെടുന്നു, അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നു എന്ന് പലരും, ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ പലരും, അതിൽ പുരുഷന്മാരുണ്ടെന്ന് പറയുന്നു, അവർ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് കൃത്യമായി പറയുന്നത്. അപ്പം മറ്റുള്ള ആളുകൾ, ഇപ്പം താങ്കൾ കുറേ വർഷമായി ഇവിടെ പല ആളുകളും താങ്കളുടെ ചുറ്റുമുള്ളവരുണ്ടായിരിക്കും, ഇതുപോലെ സുഹൃത്തുക്കളൊക്കെ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പങ്കുവച്ചിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടാതെയും വന്നിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ എന്താണ് ഇതേപോലെ എന്നെ പോലെയുള്ള അനുഭവങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, വിളിക്കുക, നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ, അങ്ങനെയും ചെറിയ പിന്നെ വെർബലി നമ്മളെ ലൊക്കേഷനിൽ നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ മാനസികമായിട്ട് ചെറിയ വേദനിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതല്ലാണ്ട് ഒരാൾ പോലും എൻ്റെ അറിവിലിട്ടോ എന്നെ വന്ന് റൂമിൽ തട്ടി എന്നെ ഇതാക്കാനോ എന്നെ കയറി പിടിക്കാനോ അങ്ങനെയൊന്നും ടച്ച് എനിക്ക് എൻ്റെ അനുഭവത്തിലില്ല. ഒരാൾ പോലും എന്നെ അങ്ങനെ ശല്യപ്പെടുത്തിയിട്ടില്ല. കൂടുതലും ഞാൻ പറയുന്നത് വളരെ സേഫായിട്ട് നിന്ന്, പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾ ഉണ്ടാവില്ലെന്നോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ല എന്നൊക്കെ പറയണതൊക്കെ വെറുതെ ആയിട്ട് അന്നൊക്കെ. ആ സമയത്തൊക്കെ ഇതുപോലെ ഈ മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനോ പോലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ പിന്നെ അതൊക്കെ ഇപ്പോൾ കൂടുതൽ ഈ ക്യാരവൻ വന്നപ്പോഴേ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്, ഈ ക്യാരവൻ വന്നപ്പോൾ ആ ആൾക്കാർക്കൊക്കെ ക്യാരവനാണ്, അവരെല്ലാവരും അതിൻ്റെ അകത്ത് വളരെ സേഫായിട്ടിരിക്കും, അതൊരു ലോകമായിട്ട് അങ്ങനെ ഇരിക്കും. ബാക്കി ചിലപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടായിരിക്കാം. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവില്ല, അതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കാം. പിന്നെ ഇവരൊന്നും ചിലപ്പോൾ അലോ ചെയ്യുന്നുണ്ടാവില്ല ഇതിലേക്ക്, അവരുടെ പ്രൈവറ്റ് സ്ഥലങ്ങൾ ഇതിലൊക്കെ, അതൊക്കെ ചിലപ്പോൾ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ പിന്നെ അഭിനയിച്ചിട്ടേ ഇല്ല, ആ കാലം കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളത് എനിക്ക് കേട്ടറിവേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ആരൊക്കെ അഭിനയിക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല. എന്താണ് ഏതൊക്കെ ആളുകളുണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്, ഇവരൊക്കെ എന്താണ് ഇവരുടെയൊക്കെ ഒരു ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും എനിക്ക് സത്യത്തിൽ. സീരിയൽ രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ, അഭിനയിക്കുമ്പോഴുള്ള അവസ്ഥ? സീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ കംഫർട്ട് സോണിലാണ്. എനിക്ക് ഞാൻ പറയാമല്ലോ, ഞാനങ്ങനെ കേട്ടറിവ് പോലുമില്ല ഒരാൾ ഉപദ്രവിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതോ ഒരു ചാനലിൽ ഒരാൾ പറയണം ഞാനിങ്ങനെ കേട്ടു, സീരിയലിൽ പോലും 95% ഇങ്ങനത്തെ ബുദ്ധിമുട്ടാണെന്ന്. അതൊക്കെ എനിക്കുണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്നെ TR ഓമന ചേച്ചിയാണ്, TS സജീനെ, ഞാനൊരു സിനിമ ലൊക്കേഷനിൽ കോഴിക്കോടിരിക്കുമ്പോൾ ഓമന ചേച്ചി, ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഫ്രീ ടൈമിൽ എല്ലാവരും കൂടി ചീട്ട് കളിക്കാനൊക്കെ ഒരു റൂമിലൊക്കെ കൂടും. അപ്പോൾ അന്ന് ഞാൻ ഓമന ചേച്ചി, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ബൈജു ഒക്കെ ഉണ്ടെന്ന്, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ചേച്ചി വിളിച്ചിട്ട് സജിയോട് പറഞ്ഞു, എടാ സജി, നീ അടുത്ത സീരിയൽ എടുക്കുന്നില്ല, ഇങ്ങനെ ബീന ആൻ്റണി എന്ന് നല്ലൊരു കൊച്ചടാ, നിനക്ക് എന്ത് ഫോട്ടോ അയച്ചടാ, നീ അതിന് വേണമെങ്കിൽ സീരിയലിലിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ അപ്പോൾ തന്നെ കാലടി ഓമന ചേച്ചി TS സജിക്ക് ഇട്ട് കൊടുത്തിട്ടാണ് TS സജി ആദ്യമായിട്ട് ഇണക്കം പിണക്കം എന്ന് പറഞ്ഞ സീരിയൽ എടുത്തപ്പോൾ ഞാനും പ്രേംകുമാറും ആദ്യമായിട്ട് ഞാൻ സീരിയലിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ അതിലേക്ക് വന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് അടുത്തത് ഒരു കുടയും കുഞ്ഞുമംഗളെന്ന് പറഞ്ഞ മുട്ടത്ത് പറിക്കുക, അത് നല്ലത്. അങ്ങനെ
പിന്നെ തപസ്യ വന്നു, അങ്ങനെ അങ്ങനെ. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കണ്ടേ, എനിക്ക് വേണ്ടിയിട്ട് കഥാപാത്രങ്ങൾ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു ഒരുപാട്. സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടെങ്കിലും സീരിയലിൽ വേറൊരു തരത്തിൽ പ്ലേസ് ചെയ്യപ്പെട്ടു. വേറൊരു കാരണം ഞാൻ 100% ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഹാപ്പിയാണ്. കാരണം അതുപോലെ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് അവിടെ തോന്നും. ഇതിനു മുന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം ഇത്രയധികം സീരിയലിൽ അഭിനയിച്ചു, നമ്മളെ എല്ലാ ഈ പറയുന്ന പ്രേക്ഷകരെല്ലാം നമ്മളെ സ്വന്തമായിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നു. എങ്കിലും സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമയിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് സിനിമയിൽ ഒരു നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അത് സത്യമല്ലേ? കാരണം ഞാൻ ടി വിയിൽ ഇനി എത്ര കഥാപാത്രം ചെയ്ത് എനിക്ക് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, എനിക്ക് രാമോക്കാരിയായിട്ട് അവാർഡ് കിട്ടി, ഒരു കാര്യമില്ല. സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്ത ജീവിതകാലം ഇനി എത്ര തലമുറ കഴിഞ്ഞാലും എൻ്റെ ഈ കഥാപാത്രങ്ങൾ എടുത്ത ആളുകൾ ഓർക്കും, അയ്യോ ഇങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ട്, ഇങ്ങനെ ഒരു. ഇപ്പോൾ പഴയ നടികളൊക്കെ നമ്മൾ നടന്മാരെ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ സിനിമയിൽ ചെയ്തു പോയ കഥാപാത്രങ്ങളാണ്. ഞാൻ ഈ ടി വിയിൽ ചെയ്തിട്ട് എൻ്റെ മോൻ തന്നെ ചോദിക്കും, അമ്മ അത്ര വലിയ നായികയൊക്കെ ആയിരുന്നു പണ്ട്. എൻ്റെ മോൻ ചോദിക്കാം, എടാ ആയിരുന്നടാ, ഞാൻ 15 വർഷം നായികയായിരുന്നടാ, എനിക്കൊക്കെ അങ്ങനെ ഒരു ചാരുലത, അങ്ങനത്തെ ഒരു സീരിയൽ സമയത്തൊക്കെ അമ്മയ്ക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ പോലെ അമ്മയ്ക്ക് അന്നൊരു നല്ലൊരു പീക്ക് ടൈം ഉണ്ടായിരുന്നു. ആണോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ മോൻ പറയും. പക്ഷേ സീരിയലിൽ പോയത് കൊണ്ടാണോ താങ്കൾ സിനിമയിൽ പരിഗണിക്കപ്പെടാതെ? സത്യം. അതെന്തുകൊണ്ടായിരിക്കും? അതങ്ങനെ ഒരു ഇത് ഈ സിനിമാ മേഖലയിലുണ്ട്. സീരിയലിൽ കുറെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സിനിമയിൽ എടുക്കണ്ട എന്നുള്ളൊരു ധാരണ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ സ്റ്റിൽ അത് നടക്കുക. അപ്പം ഞാൻ ഇപ്പോഴും ഈ നമ്മുടെ അമ്മയുടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ആരെങ്കിലും, അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും, പക്ഷെ നമുക്കൊക്കെ പറ്റിയ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചോണ്ട്, ടി വിയിൽ ഓവർ നിങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആയി പോയതുകൊണ്ടേ നിങ്ങളെയൊന്നും ഈ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാലങ്ങളായി കാണുന്ന, വർഷങ്ങളായി കാണുന്ന സൂപ്പർ താരങ്ങളും ഇതൊക്കെ ഞാനപ്പോൾ അവരോട് ചോദിക്കും, അങ്ങനെയാണ് ഈ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ആളുകൾ എത്ര വർഷമായിട്ട് കാണുകൊണ്ടിരിക്കുന്നത്, അവരൊക്കെ വെറുക്കില്ലേ എന്ന് ചോദിക്കും. അല്ല, നിങ്ങൾ ടി വിയിൽ കൂടുതലാവുമ്പോഴേ അവർക്ക് ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാനൊരിക്കലും ദൈവം അങ്ങനെ ആ ഒരു ഇതൊന്നും മാറിയിരുന്നെങ്കിൽ നമ്മളൊക്കെ അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓരോരോ ബിഗ് ബഡ്ജറ്റ് അല്ല, നമ്മുടെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർസൊക്കെ, നമ്മുടെ സൂപ്പർ താരങ്ങളൊക്കെ കുറേ കമ്പനികളൊക്കെ ഉണ്ട്. അവരൊരു കഥാപാത്രം നമുക്ക് തന്ന ആരും ചോദിക്കാൻ പോണില്ല ഏത് നമ്മൾ. അപ്പം അങ്ങനെ ഞാനൊന്ന് ഇപ്പം ഈ അടുത്ത് അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് അങ്ങനത്തെ ഒരു കമ്പനി, ഇപ്പം മമ്മൂക്കയ്ക്ക് കമ്പനി ഉണ്ട്, ആശീർവാദേഴ്സ് ഉണ്ട്, അവരിൽ ആരെങ്കിലും അങ്ങനെ നമ്മളേക്ക് ഒന്ന് ഇട്ടുന്ന ഇപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ പോകണ്ടോ ഏത്? എനിക്കൊരു ചെറിയ നല്ലൊരു ക്യാരക്ടർ തന്നു, ബീന ആൻ്റണി ഇട്ടുകൊണ്ട് അവർക്ക് ഇതിലുള്ള ഇതിന് കിട്ടില്ലെന്നോ, അവർക്ക് പടങ്ങൾ പിന്നെ വിതരണം ചെയ്യാൻ പറ്റില്ലെന്നോ, അങ്ങനെ ഒന്നുമില്ലല്ലോ. നമ്മളെ ഏതെങ്കിലും വശത്ത് കൂടി ഒരു കഥാപാത്രം ചെയ്തത് ഇപ്പം മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അവരല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ അടുത്ത കാലത്ത്. ഈ ലിംഗവിവേചനം കൂടുതലാണ്, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾക്ക് ആധികാരികമായി പഠനം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ തന്നെ അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു സർക്കാർ തന്നെ നിയോഗിച്ച ഒരു സമിതി അതിൻ്റെ കണ്ടെത്തൽ, അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയെങ്കിൽ പോലും ഒരു വലിയ വിവേചനമുണ്ട്. അതിൽ സ്ത്രീ പുരുഷ വിവേചനം വേതനത്തിൻ്റെ കാര്യത്തിലായാലും അവസരത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെയുമുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തുടക്കക്കാർക്ക് അവർ കേൾക്കേണ്ടി വരുന്ന 2 വാക്ക്, അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസ്. ഇത്തരത്തിലാണ് 2 വാക്കുകളാണ് സിനിമയിലേക്ക് വരുന്നവർ കേൾക്കുന്നത്. അപ്പോൾ അവർ പേടിച്ച് ഓടിപ്പോവുകയാണ് എന്നുള്ള സാഹചര്യം വരെ ഉണ്ടെന്നാണ് പറയുന്നത് മലയാള സിനിമയിൽ. പക്ഷെ ഇപ്പം അങ്ങനെ പുതിയ തലമുറയിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വളരെ വലിയ എന്താ പറയുക, ഒത്തിരി എന്താണ് ഇതുള്ള പിള്ളേരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മാത്രമല്ല, താങ്കൾ പറഞ്ഞ പോലെ ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ച് ആ അഭിനയത്തിന്റെ പൂർണ്ണത കിട്ടുക എന്ന് ചിന്തിക്കും താങ്കളെ പോലുള്ള ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെയൊക്കെ ഇപ്പം ഈ പറയാനൊരു കാരണം എന്ന് ചിലപ്പോൾ എന്നെ വിളിക്കാത്തത് ഞാൻ ഈ കൂടുതൽ ടി വിയിൽ നിന്നുകൊണ്ടാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വിളിക്കാത്തത് എനിക്ക് അല്ലാതെ ഇപ്പം ഞാനൊരു കഥാപാത്രം ഏൽപ്പിച്ചാൽ മോശമാക്കുമെന്ന് ചിലപ്പോൾ ആരും തോന്നുന്നുണ്ടാവില്ല. എന്നെ അങ്ങനെ മോശം ഒരു ആർട്ടിസ്റ്റായിട്ട് കാണുന്നില്ല. പക്ഷേ എനിക്ക് ടി വിയിൽ കൂടുതൽ ഇങ്ങനെ നിൽക്കണോണ്ടായിരിക്കാം എന്നെ വിളിക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അത്തരത്തിലുള്ള ഇപ്പം താങ്കൾ നേരത്തെ സിനിമയിൽ ഏറെക്കാലം ഉണ്ടായിരുന്ന ആളാണ്, ഒരുപക്ഷെ നായിക പ്രാധാന്യമുള്ള റോളുകൾ ചെയ്തിരുന്ന ആളാണ്. അത്തരത്തിലൊരു കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അവസരങ്ങൾ നേടിയെടുക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചുകൾ ഉണ്ടായിരുന്നോ? എന്താണ്? ഞാനങ്ങനെ നായിക പദവത്തിലേക്കല്ല ഞാൻ ആക്ച്വലി വന്നത്. ഞാൻ ചെറിയ റോളിലല്ലേ ആദ്യം വന്നത്. അപ്പോൾ ഒരു ആരുടെയെങ്കിലും പെങ്ങളോ കൂട്ടുകാരി അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെയൊന്നും ഇതിൻ്റെ വലിയ സംഭവത്തിലേക്കൊന്നും ആരും അങ്ങനെ കണ്ടിട്ടുമില്ല. എന്നെയൊന്നും അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് കൗച്ച് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലൊന്നും എനിക്കൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയൊക്കെ ഉണ്ടായി ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനെ വിളിച്ചത്, 2 അങ്ങനെ അവസരങ്ങൾ പോയത്. പിന്നെ ഞാൻ ഈ ആദ്യം വന്ന കാലത്ത് എനിക്ക് അങ്ങനെ ഒരാൾ വരുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും എല്ലാത്തിലേക്കും ഇടും.
അതെ ഒരു പുതിയൊരു ആൾ വന്നിട്ടുണ്ട് അവർ അങ്ങനെയാണ് ഒരാൾ ഒരു പെൺകുട്ടി ഇപ്പം ഞാൻ കനൽക്കാറ്റിൽ വന്നു എൻ്റെ കടപ്പിടിക്കും അത് കൊള്ളാം കൊച്ചിനെ കൂടെ അതിലേക്ക് നെറ്റിപ്പട്ടത്തിലേക്ക് ശ്രീനേട്ടൻ്റെ സിസ്റ്ററായിട്ട് ഇട്ടു അത് ഞാൻ അടുത്തവിടെ ആധാരത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്യും. പിന്നെയുള്ള നിലനിൽപ്പിലാണ് നമ്മുടെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഒരു ഇത് കിടക്കുന്നത്, ടാസ്ക്കാണത്. അവിടെ കുറേയൊക്കെ നിൽക്കാനായിട്ടുള്ള കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി എനിക്ക് ലക്കില്ല, ഞാൻ അങ്ങനെ വലിയ ഇതൊന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല എന്ന് ഞാൻ അങ്ങോട്ട് ഇത് ചെയ്യാണ്. എനിക്ക് പറ്റില്ലായിരിക്കും, എന്നെ അതിനൊന്നും നല്ലൊരു കഥാപാത്രം ഏൽപ്പിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ഇത് ചെയ്തു. പിന്നെ എന്തായാലും സീരിയൽ വന്നപ്പോൾ ഞാൻ ഹാപ്പിയായി. എനിക്ക് ഇതിൻ്റെ ടെൻഷനിൽ തിരിഞ്ഞു നോക്കണ്ട, എനിക്ക് നല്ല നല്ല ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി തന്നെ എഴുതി, ഞാനതൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയപ്പെടും. കുറച്ച് ഞാൻ എല്ലായിടത്തും ഇല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ മൊത്തത്തിൽ പറയരുത്. കംഫർട്ട് സോണിൽ വർക്ക് ചെയ്ത് എന്തുമാത്രം ഞാൻ ഈ 35 വർക്ക് ചെയ്തതിലും നിസ്സാരം ലൊക്കേഷനിലേ ഞാൻ ഇതൊക്കെ ഈ ഇങ്ങനത്തെ ടെൻഷൻസ് ഉള്ളൂ. ബാക്കിയൊന്നും ആരാണ് പ്രൊഡ്യൂസർ, എന്താണ് ഡയറക്ടർ അവിടെ ഷോട്ട് എടുക്കുമ്പോൾ കാണും, അവിടെ പിന്നെ അവിടുത്തെ എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ അവരൊക്കെ പിന്നെ വെർബലി നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിൽ അതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ പോരുന്നു. നമ്മുടെ മേത്തേക്കൊന്നും ആവുന്നില്ല, നമ്മുടെ ഒന്നും ശരീരത്തിലേക്ക് നമുക്ക് ടെൻഷനും ആവുന്നില്ല, നമ്മൾ പോരണു. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തുമോ എനിക്കങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ മറ്റൊരാൾക്കൊരു പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയാത്തത്. ഒരു തരത്തിലും മറ്റേ നമ്മുടെ ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ ഹീറോസോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും നമുക്കങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ അമ്മ തുടങ്ങിയ സമയം തൊട്ട് മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ബീന ആൻ്റണിക്ക് തോന്നിയിട്ടുണ്ടോ അവിടെ ഒരു പുരുഷ മേധാവിത്വമുണ്ട്, അവരാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? പുരുഷ മേധാവിത്വമല്ല, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അമ്മ എന്ന് പറയുന്ന സംഘടനയെ നയിക്കാൻ നമുക്ക് ശക്തമായിട്ടുള്ള ആൾക്കാർ നേതൃത്വ നിരയിൽ വേണം എന്നുള്ളതാണല്ലോ. ഞാനൊക്കെ വെറും അശു, ഈ മറ്റെന്താണ് വെറും സിനിമയുടെ ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ ഞാൻ വെറൊരു കൃമിയാണ്. ഞാനൊന്നും ഇവിടെ അഭിനയിച്ചും സ്ഥാപിച്ചിട്ടില്ല. വെറുതെ വന്ന് ചെറിയ കുറച്ച് പടങ്ങൾ ചെയ്തു, പേരുണ്ട് സിനിമാ നടി എന്നല്ല, അല്ലാതെ ഞാനൊന്നും ഭയങ്കരമായ ഉദാത്തമായ കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ട് ഞാനൊന്നുമല്ല. അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് സിനിമ എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയെ നേതൃത്വ നിരയിൽ നമ്മൾ മമ്മൂക്ക, ലാലേട്ടനൊക്കെ പോലത്തെ അവർ വേണം, അവർ മസ്റ്റായിട്ട് ഉണ്ടാവണം എന്നാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ശ്വേത ഉണ്ടാവാറുണ്ട്, വൈസ് പ്രസിഡൻ്റായിട്ട് ഉണ്ടാവാറുണ്ട്, പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ 3-4 പേരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് മാറ്റി നിർത്തിയെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു ഇതിൽ കിടക്കുന്നുണ്ടല്ലോ ഹീറോസിനൊരു ആണുങ്ങൾക്ക് ജെൻഡർ ഈക്വാലിറ്റി. ഇനിയെങ്കിലും അതൊരു മാറണമെന്ന് തോന്നില്ലേ? കാരണം ഇപ്പോൾ ഇതൊരു അഴിച്ചുപണിയിലേക്ക് വരികയാണ്. ഡെഫിനറ്റ് ആയിട്ട് മാറുന്നു തന്നെയാണ് ഞാൻ ഇനി വിശ്വസിക്കുന്നത്. സ്ത്രീകൾ തന്നെ വരണം എന്ന് ആഗ്രഹമുണ്ടോ? മൊത്തത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാനായാലും സ്ത്രീകളെല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് എന്താ വനിതാ സമ്മേളനം നടത്താൻ, അതിന്റെ അധികാരത്തിലേക്ക് ഒരു സ്ത്രീ വരണം എന്ന് ആഗ്രഹമുണ്ട്. പ്രസിഡന്റ് ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും എന്താ കുഴപ്പം? മറ്റൊരു കാര്യം, ഈ അമ്മ തുടങ്ങിയത് തൊട്ടേ ഈ ഒരു കാലം വരെ ഉണ്ട്. അപ്പം ഒരു പവർ ഗ്രൂപ്പ് അതിനകത്ത് ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങൾ ഏറ്റവും എനിക്കറിയില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയിലേ ഇല്ല. ഞാൻ ഈ TV-യിൽ കിടക്കുന്ന ആള് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതൊക്കെ നിങ്ങൾ ചോദിക്കേണ്ടത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ, അവസരങ്ങൾ ഇല്ലാതാക്കാനും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. തിലകൻ ഇഷ്യൂ ഒക്കെ വെച്ചിട്ട് തിലകൻ ചെയ്യേണ്ട ഇഷ്യൂവിലേക്കൊക്കെ ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ വേറെ ഒരുപാട് വനത്ത് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും, അതൊന്നും പറയാൻ ഞാനല്ല. നമുക്കൊക്കെ അതിൽ വിഷമം ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ. തിലകൻ ചേട്ടനെ പോലത്തെ ഒരാളൊക്കെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ പേരൊക്കെ നമ്മുടെ WCC എന്ന് പറഞ്ഞൊരു സംഘടന വന്ന് അതിലേക്ക് കുറേ പേര് പോയി ഇതിൻ്റെ അകത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും മെൻ്റലി ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു അത്. ദേമേശ്വരൻ എന്തിനാ അങ്ങനെ ഒരു സ്പ്ലിറ്റ്, എന്തിനാ എല്ലാവരും കൂടെ നിൽക്കണം? WCC-യിലേക്ക് ആ ഒരു മേഖലയിലേക്ക് പോകാതിരുന്നത്? ഞാനോ? എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ സിനിമ ഒരു ഇതായിട്ട് പോലും ഇവരൊന്നും കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഞാൻ TV-യിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് TV-യിൽ സിനിമയിൽ നല്ല ശക്തമായിട്ട് നിൽക്കുന്നവരെയാണ് അവർക്കൊക്കെ വേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് ബീന ആൻ്റണി നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നിട്ട് എന്നെ എന്തിനു വിളിക്കേണ്ട ആവശ്യം? ഞാൻ സിനിമയിലും കൂടി ഇല്ല ഇപ്പോൾ. പക്ഷേ WCC തുടങ്ങി വെച്ച ഒരു അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഇപ്പം നമുക്കറിയാം, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് WCC എന്ന സംഘടന രൂപീകരിക്കുന്നത്. അവർ തന്നെ ഈ സിനിമയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കുറച്ചുകൂടി വക്താക്കളായി നിൽക്കുകയും അവരുടെ ഒരു പോരാട്ടം എന്ന രീതിയിലൊക്കെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലും ആ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അവരുടെ ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ ഒരു സ്ത്രീകൾക്കായി അങ്ങനെ ഒരു സംഘടനയെ മാറി നിൽക്കണോ, അതോ അത് അവരെ കൂടി ഉൾപ്പെടുത്തി അമ്മയിലൊരു മാറ്റമാണോ വേണ്ടത്? എന്താണ് തോന്നുന്നത്? അവരെ കൂടി തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഉൾപ്പെടുത്തണം. അവർ മാറി നിൽക്കേണ്ടവരല്ല ശരിക്കും പറഞ്ഞാൽ. എന്തിനങ്ങനെ 2 ഗ്രൂപ്പ്? അന്ന് ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഹേമ കമ്മീഷനും ഈ എല്ലാ പ്രശ്നങ്ങളും വന്നത്. അപ്പോൾ
ഞാൻ പറഞ്ഞാൽ അവരിങ്ങോട്ട് വരട്ടെ, അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, അവരിങ്ങോട്ട് വിളിക്കണം. അവർ വന്നില്ലെങ്കിലും നമ്മൾ ഇനിയുള്ളൊരു രൂപീകരണത്തിൽ തീർച്ചയായിട്ടും ഇവരെ ഈ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ തലപ്പത്ത് ഇവരൊക്കെ ഉണ്ടാവണം. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ എന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ ഇതിലായിട്ട് കാണുന്നതാണ് അവരൊക്കെ അവരും ഇവരും ഒക്കെ ചേർന്ന് നിന്നിട്ട് വേണം അമ്മയെ നയിക്കുക എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ വന്ന ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു വാർത്താ സമ്മേളനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല, പക്ഷേ ഈ AMMA എന്ന സംഘടനയ്ക്ക് അതായത് പല സ്ത്രീകളായി പല ഘട്ടങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രശ്നം നേരിട്ടു. ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ വലിയ ഒരു വീഴ്ച പറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. താങ്കൾ ഉൾപ്പെടെ ഈ ജനറൽ ബോഡി ആയാലും അത്തരം ഘടകങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം മറ്റെന്തൊക്കെയോ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗം അവിടെ ഉണ്ട്. സിനിമയിൽ ഒരു പക്ഷേ വലിയൊരു മേഖല കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളുണ്ട്. അമ്മ കഥാപാത്രങ്ങളില്ല, സ്ത്രീകൾ കഥാപാത്രങ്ങളില്ല, ഒരുപാട് പേരുണ്ട്. അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരാളാണെങ്കിൽ പോലും അത് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അഡ്രസ്സ് ചെയ്യപ്പെടാത്തത്? അത് ഈ എല്ലാവർക്കുള്ളിലൊരു ഭയം കിടക്കും. ഈ അമ്മയിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ഓരോരുത്തർ അവരവരുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം എന്തായാലും എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആരും അത്ര വലിയ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻസ് അല്ലേ, വലിയ ഇതൊന്നും ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല നമ്മുടെ ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിലേ വർക്കില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളവർക്കും കൂടി പോവണ്ട. ചിലർക്ക് പലർക്കും ഉള്ളിൽ പ്രതികരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ഞാൻ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് നമ്മുടെ വർക്കുകൾ കളയുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ്? അതൊരിക്കലും ശരിയല്ല. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റമാണല്ലോ ഇപ്പോൾ ഈ വരാൻ പോകുന്നത്. ആര് പ്രതികരിച്ചാലും അവർക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിരുന്നെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ നമ്മുടെ കൂട്ടരാജി കഴിഞ്ഞതിന് ശേഷം അവർ ലാസ്റ്റ് ഒരു ഇത് എഴുതിയിരുന്നല്ലോ, നമുക്ക് തിരുത്താനും തിരിച്ചറിയാനും കൂടിയുള്ളൊരു അവസരമാവട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനും അത് വളരെ മനസ്സുകൊണ്ട് വളരെ സന്തോഷിച്ചത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ശരിയാണ്, ഒരു തിരിച്ചറിവാണ് വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ചിലപ്പോൾ അറിയാണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു മേൽക്കോയ്മയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ജെൻഡർ ഈക്വാലിറ്റി ഇല്ലല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അവർ ശരിക്കും പറഞ്ഞാൽ ഈ മെയിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ എപ്പോഴും ഒരു ഹൈപ്പ് ഉണ്ട് എല്ലായിടത്തും, നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നമുക്കെല്ലാവർക്കും ഒരു ഈക്വൽ ഇത് വേണം, എല്ലാവരും ഒരേപോലെ നമ്മൾ പോകേണ്ടതാണ്. അല്ലാണ്ട് മമ്മൂക്ക വേറെ, ഇവർ വേറെ, ലാലേട്ടൻ വേറെ, അങ്ങനെയല്ല. അമ്മയിലെ മക്കളെല്ലാവരും ഒരേപോലെ ഇരിക്കണം എന്നൊക്കെ തിരിച്ചറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗ്രേറ്റ്, അത് വലിയ കാര്യമല്ലേ. അവർ തന്നെ എൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നു, ഒരു തിരിച്ചറിവിനും പിന്നെ ഒരു തിരുത്തലിനും കൂടി അവസരമായിട്ട് ഇത് കാണണമെന്നും അവർ തന്നെ എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എത്ര വർഷം വേണ്ടി, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് കേട്ടപ്പോൾ ആരോ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ഇവർക്ക് ഇത്ര നാളായിട്ട് ഇപ്പോഴല്ലേ മനസ്സിലായത്, ഇവരൊക്കെ അപ്പോഴും കുറ്റം പറയരുത്. നമ്മൾക്ക് ഒരു മനുഷ്യനൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അവിടെ, അപ്പോൾ എനിക്കത് തിരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂ. അല്ലാണ്ട് അതിനെ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് ഇപ്പോഴല്ലേ മനസ്സിലായത്, നിങ്ങളിപ്പോൾ ഇത്ര നാൾ നിങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് ചോദിക്കരുത്. അത് തെറ്റാണ്. ഞാൻ അതിനോട് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഇതൊരു നല്ലൊരു ടൈമാണ്, ബെസ്റ്റ് ടൈമാണ്. അങ്ങനെയൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്നൊരു തുടക്കമാവുകയാണിത് വലിയൊരു മാറ്റത്തിന്. തമിഴിൽ നിന്നൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞു തുടങ്ങി ഒരു അഭിപ്രായങ്ങൾ വരട്ടെ, അങ്ങനെ വരട്ടെ. എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനെ ഒരു വലിയൊരു മാറ്റം, ഒരു വെളിച്ചം അങ്ങോട്ട് വരട്ടെ. എല്ലാ സിനിമാ മേഖലയും അതുപോലെ സുതാര്യമാവട്ടെ. എല്ലാവരും ഏറ്റവും ഒരു പേടിക്കാതെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ അവരവരുടെ ഇടങ്ങളിൽ സ്വതന്ത്രമായിട്ട് ആരെയും ഭയക്കാതെ, എനിക്ക് കഴിവുണ്ടോ, എനിക്ക് പറ്റിയ കഥാപാത്രമുണ്ടോ, എനിക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യട്ടെ. ഏറ്റവും എനിക്ക് സ്വാഗതാർഹം, ഞാനതിനെ ഏറ്റവും സ്വാഗതം ചെയ്യുന്നു, സന്തോഷിക്കുന്നു അതിൽ. ഞാനൊരു അന്ന അലുമിനിയത്തിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കലമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്. ജോയ് ചേട്ടനാണ് ആ പടങ്ങളൊക്കെ എടുത്തത്. അത് അന്ന അലുമിനിയത്തിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് മുണ്ടും ബ്ലൗസും തോർത്തുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വേഷം. അത് കഴിഞ്ഞപ്പോഴാണ് ഏതോ ഒരു മഞ്ഞപ്പത്രത്തിൽ ഇങ്ങനെ വന്നു, മുണ്ടിൻ്റെ പരസ്യത്തിൽ ചെയ്ത ആക്ട്രസ് ഏതോ ഒരു കേസിൽ പെട്ടു. എനിക്ക് പറയാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു കഥയിൽ എന്നെ കഥാപാത്രമാക്കി. ഞാനതിന് വലിയ അന്നൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ, നമുക്ക് വന്ന് പറയാനോ ഇതുപോലെ നിങ്ങൾ ചാനൽ വിളിച്ച് സംസാരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പോയായിരുന്നു ഇത് സംഭവം. നിങ്ങൾ വിളിച്ച് ചോദിക്കുക എവിടെയാണ്, എന്ത് സംഭവിച്ചു, നിങ്ങൾ അവരെ വിളിക്കൂ, നമുക്ക് പ്രൂഫ് കൊണ്ടുവരാമല്ലോ അവിടെ.
ഇതൊന്നുമില്ല മഞ്ഞപ്പത്രം. പക്ഷേ വേറെ ഒരു നല്ല മാധ്യമങ്ങളൊന്നുമല്ല കേട്ടോ. ഈ മഞ്ഞപ്പത്രങ്ങളിൽ ഇങ്ങനെ അപ്പോൾ ഇത് ആളുകൾ കൂട്ടി വായിച്ചെങ്ങനെയെന്ന് അറിയാമോ? ഞാൻ അന്ന് മറ്റേ കുടവും പിടിച്ചിട്ട് നിന്നത് അന്നൊക്കെ ഭയങ്കര ഇതാണല്ലോ. കിട്ടി, അതും വൈറ്റില സ്വദേശി, ആ ഭാഗം ഒന്ന് അങ്ങോട്ട് പേരും എഴുതി. അപ്പോൾ പിന്നെ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ അത് ബീന ആൻ്റണി. അങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതുമായിട്ട് കൂട്ടിയിട്ടാണ് ഇന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഏത് വലിയ വർത്താനം പറയണ്ട, ആരാണ് ഈ പറയണത്, ആ ബെസ്റ്റ് ആള് പോ ഇതൊക്കെ പറഞ്ഞ് ഉള്ളിൽ ഞാൻ ആലോചിക്കും, ഈശ്വരൻ ഞാൻ എന്ത് ചെയ്തിട്ടാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഇന്ന് ഞാൻ വരണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തിനു പേടിച്ച് നിൽക്കണം? എനിക്ക് പേടിക്കാനൊന്നുമില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകളെ ഒന്നുകിൽ തളർത്തുക, അതല്ല മാനസികമായിട്ട് നമ്മൾ ഹരാസ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ പൊതുസമൂഹം മാത്രമാണോ, സ്വന്തം ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കിടയിൽ ഉണ്ടോ അത്തരം ആളുകൾ? ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റ്, ഞാനൊരു സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ചാന്ദിനി എന്ന് പറഞ്ഞ ആക്ട്രസ് ഇല്ലേ, നമ്മുടെ ഷാജുവിൻ്റെ വൈഫ്, അവൾ ആദ്യമായിട്ടൊരു സീരിയൽ ചെയ്യണം എൻ്റെ കൂടെ. അപ്പോൾ അതിൽ ചേർത്തലയിൽ നിന്നുള്ള ഒരു ആക്ട്രസ് ഉണ്ട്, എൻ്റെ അടുത്ത് അഭിനയിക്കുന്നുണ്ട്. അവർ ഈ ചാന്ദിനി ഞാനും ഭയങ്കര കമ്പനിയപ്പോൾ ഞാനാണ് ഇപ്പോൾ പുതിയ കുട്ടികൾ വന്നാൽ ഞാൻ അവർക്ക് ഭയങ്കര സാരി കൊടുക്കാനൊന്നും പിള്ളേർക്കൊന്നും അറിയില്ല. അപ്പം എനിക്ക് സീനിയർ എന്ന നിലയിൽ അവരൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കും വരിക. അപ്പം ഞാൻ അവളെ ഇത് ഉടുപ്പിക്കുന്നത് അങ്ങനെ ഭയങ്കര കമ്പനിയായി. അവൾ പിന്നെ കടവന്ത്രയിലുമാണല്ലോ. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടായി. അവളുടെ എൻ്റെ അമ്മയും ഭയങ്കര ഫ്രണ്ട്സ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൾ ഭയങ്കര സങ്കടത്തിൽ എൻ്റെ അടുത്ത് വന്ന് പറയണം, അതൊന്നും അറിയില്ല, ബീന ചേച്ചി അവർ പറയാണ് ബീന ചേച്ചിയോടൊന്നും അധികം കമ്പനി വയ്ക്കണ്ട കേട്ടോ, അവരിങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരെ വിളിപ്പിച്ചു. എനിക്കിങ്ങനെ അങ്ങോട്ട് ഇരച്ചിങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു അവരിങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു, ആ ആക്ട്രസിനെ. ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് അവർ. കൂടെ നിർത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഇവരോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അല്ല ബീന ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആങ്ങളെയാണോ അതിൻ്റെ അകത്ത് സാക്ഷിയാണെന്നൊക്കെ നിങ്ങൾ ഇവരോട് പറഞ്ഞല്ലോ, സത്യമാണോ? അല്ല ബീന ഞാൻ അങ്ങനെയല്ല, ആരോ പറഞ്ഞു അവിടെ. ഞാൻ പറഞ്ഞു സത്യമായിട്ട് പറയണം. അപ്പോൾ അവൾ പറഞ്ഞു ചാന്ദിനി എല്ലാവരും ഉള്ളതാണല്ലോ, ചാന്ദിനിയോട് ചോദിക്കട്ടെ. ഇതിപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് പറയാണ്, ചാന്ദിനിയൊക്കെ ഉള്ള ആളുള്ളൂ. അപ്പോൾ ചാന്ദിനി ചോദിച്ചു, ഇല്ല ആൻറ്റി അങ്ങനെയല്ല പറഞ്ഞത്, ആൻറ്റിയുടെ ആങ്ങളെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സത്യമായിട്ട് പറയണം, നിങ്ങളുടെ ആങ്ങളെയാണോ, എന്നെ എന്തെങ്കിലും കേസിൽ നിങ്ങളുടെ ആങ്ങളെ കണ്ടോ? ഇല്ല ബീന അങ്ങനെയല്ല, അവിടെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു മേലിൽ എന്നെപ്പറ്റി നിങ്ങളൊരു വാക്കിന് സംസാരിച്ചാൽ, ഞാൻ പിന്നെ ഇന്ന് വരെ ആ സ്ത്രീയോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് ഇതൊന്ന് ആലോചിച്ച് നോക്കണം. പ്രൂഫ് പോലെ പറയണേ, എൻ്റെ ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ അങ്ങനത്തെ ഒരു സംഭവത്തിൽ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ ആൾക്കാർ? ഇതാക്കാൻ പറ്റില്ല. എനിക്ക് എത്ര പേര് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും? അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്. ഈ പ്രതികരിക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്ന അവരെപ്പോഴും ട്രബിൾ മേക്കറായിട്ട് മുദ്രകുത്തപ്പെടുക. എന്തൊരു ദുഷ്ട മനസ്സായിട്ട് വേണം അങ്ങനെ പറയണമെങ്കിൽ. അവർ സത്യം പറഞ്ഞാൽ ഇപ്പം മെൻ്റലി അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ എപ്പോൾ കാണുമ്പോഴും എൻ്റെ അടുത്തേക്ക് ഓടി വരും. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് വേറെ വഴി കൂടെ അങ്ങോട്ട് പോകും. അവർക്ക് ഇപ്പം ഭയങ്കര എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ദൈവത്തിന് വിട്ടു കൊടുക്കുകയാണ് ഞാനിതെല്ലാം. അങ്ങനെ ഒരുപാട് പേര് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് അത്തരത്തിൽ അവരുടേതായ വഴികൾ വെട്ടിത്തെളിച്ചവരൊക്കെയാണ്. ഇപ്പം ബീന ആൻ്റണി ആയാലും താങ്കൾ ഇപ്പോൾ അഭിമാനത്തോടെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. താങ്കളുടെ കഥാപാത്രങ്ങളിലൂടെയാണ് താങ്കൾ സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അലിഗേഷൻസ് ഇല്ലേ ഭയങ്കര ഇല്ലാത്ത കഥയിൽ നമ്മൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ എത്ര നാൾ വേട്ടയാടി, CD വേണ്ടി പരതിയിടുന്ന ആ കുടുംബം എത്തെല്ലാം തരത്തിൽ ആ മനുഷ്യനെ ഇത് ചെയ്തു. എല്ലാവരും വിശ്വസിക്കും, ഇപ്പം ചാനലും വിശ്വസിക്കും. പക്ഷെ നമ്മൾ അറിയാത്തവരൊക്കെ അയാൾ എന്ത് വൃത്തികെട്ടവനാണ്, ഇത്രയൊക്കെ വൃത്തിയ സ്വഭാവം ഉണ്ടോ നമ്മൾ വിശ്വസിക്കില്ലേ? അത് തെളിയിക്കാൻ നമ്പിനാരായണൻ എല്ലാം തെളിഞ്ഞില്ലേ? ഇതൊക്കെ തെളിയിക്കാൻ കാലമെടുത്തു. ഞാൻ പറയണം, അലിഗേഷൻസ് പറയുമ്പോൾ സത്യമായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരാളെ നമ്മൾ കല്ലെറിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സത്യസന്ധമായിട്ടാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞോ. അതിന് മറുഭാഗം ഉണ്ടല്ലോ. കാരണം ഒരു പക്ഷേ ഇതിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പരാതി നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ് വരുന്നത്. പലരും പരാതിയുമായി തയ്യാറായി വരുന്നു. അപ്പോൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചുകൂടി വ്യാപകമാണ്. ഇവരെ ഈ രീതിയിൽ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ തളർത്തുകയാണ്, ഈ മുന്നോട്ട് വരാൻ ധൈര്യം കൊടുക്കാതിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഇരയാക്കപ്പെട്ട ഒരു വിഭാഗം വേറെയുണ്ട്. ആ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്നൊരു വലിയ ദൗത്യം കൂടിയില്ലേ നമുക്ക് ഓരോരുത്തർക്കും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അന്നും പ്രതികരിക്കായിരുന്നു ഇവർക്ക്. അവർ പറയുന്നത് അവർക്ക് അവസരം നഷ്ടപ്പെടുമ്പോൾ അവർ അത്രയും പാഷനോട് കൂടി വന്നതാണ്. കുറെ പേർക്കൊക്കെ അങ്ങനെയും ആവാം കേട്ടോ. പക്ഷെ ഞാൻ ചോദിക്കണം, റൂമിലേക്ക് എന്തിനു ചെന്ന് കയറി കൊടുക്കണം ഒറ്റയ്ക്ക്?
ഒരു ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു സെക്യൂരിറ്റിയുടെ കുഴപ്പം, നമുക്ക് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബ്രദറുണ്ട്, അല്ലെങ്കിൽ ഒരു ആൻറ്റിയോ കസിനോ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നമുക്ക് അതാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു ഫിലിം ഡിസ്കഷന് പോകേണ്ടി വരും. ഇപ്പോൾ ഒരു സംവിധായകനെതിരെ വന്ന ഒരു പരാതിയാണ്, ഒരു കഥ പറയാൻ പോകണമെങ്കിൽ നമ്മൾ അത്തരത്തിലൊരാളെ കൂട്ടി പോകണം എന്ന രീതിയിൽ ഒരു ഇൻസെക്യൂരിറ്റി നിലനിൽക്കുന്ന ആ രീതി ആകണമോ? അല്ലെ ഇപ്പം നമ്മൾ ഇനിയാവില്ല, ഇനിയിപ്പോ ധൈര്യത്തോടെ പോവാം. എല്ലാത്തിനും ഒരു ട്രാൻസ്പെറൻസി വന്നു. എല്ലാവർക്കും ഒരു ഭയമുണ്ട് ഇപ്പോൾ. അതെ, പണ്ട് അങ്ങനെ ഒരു ഭയം നിന്നിട്ടുണ്ടാവും ശരിക്കും പലർക്കും. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഹോട്ടലിൽ തന്നെ നമുക്കൊരു ചമ്മലാണ്. ഒറ്റയ്ക്കൊക്കെ ഒരു ഹോട്ടലിലൊക്കെ കയറി ചെല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേറെ ഒരു കാര്യത്തിനല്ലെങ്കിൽ പോലും ആൾക്കാർ വിചാരിക്കും ഇവളെന്തിനാ ഈ ഹോട്ടലിൽ വന്നത്. സത്യത്തിൽ ഭയമുണ്ട്. ആളുകൾ വേറെ കണ്ണിലേക്ക് കാണൂ. നമ്മളിനി എത്ര ഇത് ഭയങ്കര വിശാലതയും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. അങ്ങനെ ഒന്നും എൻ്റെ ലൈഫിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ പറയും ഇത് വേറെ ഒന്നുമില്ലെങ്കിലും പറയും ഇത് വേറെ സംഭവമാണെന്ന് പറഞ്ഞു കളയും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു എല്ലാവരുടെയും. ഇത് വേറെ രീതിയിൽ പബ്ലിക് കാണുന്നുള്ള പ്രശ്നമുണ്ട്. പബ്ലിക് അങ്ങനെ തെറ്റിദ്ധരിക്കുമെന്നുള്ള, കാരണം ഓൾറെഡി എല്ലാവരുടെയും മനസ്സിൽ അതങ്ങനെ അടി ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. സിനിമാക്കാരെല്ലാം പ്രശ്നക്കാരാണെന്നൊരു സിനിമയിൽ നടക്കുന്നതാണ്. അവിടെ ചെന്ന ഇത് മാത്രമുള്ള പരിപാടി എന്നാണ് എല്ലാവരുടെയും വിചാരം. ആക്ടിംഗ് ഒക്കെ സെക്കൻഡാണ്, മെയിൻ ഒരു സംഭവം. സ്ത്രീകളോടൊരു മോശം കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സിനിമയിലുള്ള എല്ലാവരും പോക്ക് പെണ്ണുങ്ങളാണ്. ഒരു കാര്യം ആലോചിക്കണം, നമ്മളിപ്പോൾ സിനിമയെ അടപടലം തകർക്കാൻ ശ്രമിക്കുമ്പോഴേ ഈ കേരളത്തിൻ്റെ നമ്മുടെ ഈ ഒരു യശസ് മലയാള സിനിമ എവിടെ കൊണ്ട് എത്തിച്ചിരുന്നതാണ്. നമ്മുടെ മലയാള സിനിമയിലുള്ള ഇത്രയും വർഷത്തെ നമ്മൾ പാരമ്പര്യത്തിൽ വലിയൊരു മേഖലയല്ലേ അത്. നമ്മുടെ ഈ സാമ്പത്തികമായിട്ടും മറ്റു ബാക്കി ഏതൊരു മേഖലയിൽ നോക്കിയാലും സിനിമ എന്ന് പറയുന്നത് നമുക്കങ്ങനെ അയ്യോ അത് അപ്പാടെ തകർന്നു പോട്ടെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. കാരണം സിനിമ എന്നത് പ്രത്യേകിച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു അത്രയധികം സംഭാവനകൾ നൽകിയത് ഈ പുഴുക്കുത്തുകൾ പരിഹരിക്കും. ഡെഫിനറ്റായിട്ടും ഞാൻ പറഞ്ഞ അങ്ങനെ ആ ഒരു തിരുത്തലും കാര്യങ്ങളും എല്ലാം വന്നും വളരെ നല്ല രീതിയിൽ വരട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായും പുതിയ തലമുറയിലെ സ്ത്രീകളോട് അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വരുന്നവരോട് ബീന ആന്റണിക്ക് സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഞാനൊക്കെ ഉണ്ടായ കാലത്ത് പേടിച്ചാറുണ്ട്. അയ്യോ അവരെന്തെങ്കിലും പറഞ്ഞാൽ കരയോ ടെൻഷനോ. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമ്മൾക്ക് എന്താണ് കഴിവുണ്ടോ, എനിക്ക് എന്തിനുള്ള കാലിബർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടന്നു വരും. നിങ്ങൾക്ക് പറ്റിയ കഥാപാത്രം കൊണ്ട് ധൈര്യമായിട്ട് വരാം, സംസാരിക്കാം, പോവാം, ചോദിക്കാം. ഇനിയിപ്പോൾ ആരും അങ്ങനത്തെ ഒരു ധാരണ വെച്ച് മൊത്തത്തിലൊന്ന് കൺസെപ്റ്റ് ഒന്ന് മാറട്ടെ മലയാള സിനിമയെക്കുറിച്ചുള്ള. എനിക്കതാണ് ആഗ്രഹം. മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മൊത്തം ഇതാണെന്നുള്ള ഉണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട്, അതെല്ലാം തെളിയട്ടെ, അതിനെല്ലാം പരിഹാരം ഉണ്ടാവട്ടെ. പക്ഷേ ഇത് മാത്രമല്ല സിനിമ ഇൻഡസ്ട്രി, അത് വലിയൊരു കലയാണ്. കാരണം ഒരു കലാകാരൻ്റെ മനസ്സ് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾക്ക് കഥാപാത്രം ചെയ്യാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം. മമ്മൂക്ക എന്ത് ആക്ടറാണ്, ബെസ്റ്റ് ആക്ടറിലൊക്കെ സത്യമാണത്. ഒരു കഥാപാത്രത്തിന് വേണ്ടി ഒരു ആക്ടർ ആഗ്രഹിക്കുന്നതേ ഭയങ്കരമായൊരു ആഗ്രഹമാണത്. മനസ്സിൽ ഭയങ്കരമായ അടങ്ങാത്ത ആഗ്രഹമാണ്. നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നിങ്ങളൊക്കെ പറയണം അയ്യോ ആ കഥാപാത്രം എന്ത് രസമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനൊക്കെ വേണ്ടി കൊതിക്കുന്ന ഭയങ്കര പിന്നെ വലിയൊരു മേഖലയാണത്. അപ്പോൾ അത് ഒരിക്കലും തകരാതിരിക്കട്ടെ. കഴിവുള്ളവർ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് ഇപ്പം നിങ്ങളൊക്കെ ചോദിച്ചില്ലേ ഒരാൾക്ക് അങ്ങോട്ട് പോയാൽ എന്താണ്, ഒരാൾക്ക് ഹോട്ടലിൽ ഒറ്റയ്ക്ക് പോയാൽ ഡിസ്കഷൻ, അപ്പം അങ്ങനെ ഒന്നും ചോദിക്കണ്ടാത്തൊരു കാലത്തേക്ക് നമ്മൾ വരട്ടെ. അതുതന്നെയാണ്. എന്തായാലും താങ്കൾ ആഗ്രഹിച്ചതുപോലെ സീരിയലിൽ സജീവമാണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാണ്. സിനിമയിലും താങ്കൾ ആഗ്രഹിക്കുന്നത് പോലുള്ള കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. അത്തരം ഒരു അവസരത്തിൽ നമ്മൾ ഇനി സംസാരിക്കാൻ ഇടവരട്ടെ. അത് എൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് ഇതാ, നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കൊരു ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം മാറട്ടെ, അന്ന് നമുക്ക് വീണ്ടും കാണാം. വളരെയധികം നന്ദി. ശ്രീ ബീന ആന്റണിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. മലയാള സിനിമയിൽ മാറ്റങ്ങൾക്കൊരു തുടക്കം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ബീന ആന്റണിയും ആഗ്രഹിക്കുന്നത്.